ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നാരങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാവേ. ഇത് കയ്പില്ലാത്ത നാരങ്ങാച്ചാറിന് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു, കുഞ്ഞായിട്ട് കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് വഴട്ടിയെടുക്കും. അതെന്നാന്ന് ചോദിച്ചാൽ കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി, നല്ലതാണെന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ എപ്പോഴും നാരങ്ങാച്ചാർ ഇടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മളൊരു നല്ല തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ തുടച്ച് ഇതിൻ്റെ എണ്ണ കളയണം. കാരണം ആ കയ്പ്പും അതിൻ്റെ ആ ഒരു നീരൊക്കെ ഈ എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൈയോടെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് തുടച്ചങ്ങ് മാറ്റിക്കളയണം. അപ്പോൾ ആ കയ്പ്പിൻ്റെ ആ ഒരു ഹെവിനെസ് ഇത്തിരി കുറഞ്ഞ് കിട്ടും. അങ്ങനെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും. എനിക്ക് തോന്നുന്നു 4 കഷ്ണമായിട്ട് വീതമാണ് ഞങ്ങൾ അരിഞ്ഞത്. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പെറുക്കി മാറ്റി വെച്ചു. എണ്ണയെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തു. അത് കഴിഞ്ഞൊരു ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എപ്പോഴും നല്ലെണ്ണയാണ് അച്ചാറിനിടാൻ യൂസ് ചെയ്യുന്നത്. മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ലെണ്ണ ആകുമ്പം കനച്ചും പോകില്ല, നമുക്ക് ഒത്തിരി നാളത്തേക്ക് അത് യൂസ് ചെയ്യാം. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത്ര വലിയ ഗ്രാഹ്യം എനിക്കുണ്ടോയെന്ന്. പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ. അമ്മ പറഞ്ഞുള്ള അറിവും അമ്മ ചെയ്യുന്ന കണ്ടുള്ള അറിവ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം വെളിച്ചെണ്ണയ്ക്കാളും ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുകിടും. കടുകിട്ട് പൊട്ടി കഴിയുമ്പം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും, അത് അത്യാവശ്യത്തിന് നമ്മൾ 2 ചുള അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ ഇത്തിരി ഏറെ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എന്നെ പറഞ്ഞു വിടുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ, ഞാൻ ലീവിന് വന്ന് എന്നെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത്തിരി ഏറെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ നല്ല പച്ചക്കരിവേപ്പിലയും കൂടി അതിനകത്തോട്ടിട്ടു. അത് നന്നായിട്ട് നമ്മൾ നല്ലെണ്ണയിലിട്ട് വഴറ്റി മൂത്തൊരു ബ്രൗണിഷ് കളറാകുമ്പം സൈഡിലോട്ട് മാറ്റി വെച്ച് സൈഡിൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളകും ചേർക്കാം. ഞാൻ ഇത്തിരി സ്പൈസി ലവറാണ്. എനിക്ക് സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇച്ചിരി ചില്ലി, നമ്മുടെ വറ്റൽ മുളകും പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്, നല്ലതായിട്ട് എരിവിന് വേണ്ടി. കാരണം എനിക്ക് എരിവ് നിർബന്ധം, എരിവില്ലെങ്കിൽ ചോറിറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് ഇട്ടു. അത് കഴിഞ്ഞ് ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഏറ്റി വന്നു കഴിയുമ്പോൾ തന്നെ വിനാഗിരി നമ്മൾ ഒഴിക്കുക. കുറച്ചൊരു മുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഡാർക്കിഷ് കളർ, ഒത്തിരി ഡാർക്ക് വേണ്ട, കരിയണ്ട, ചെറുതായിട്ടൊരു ഡാർക്കിഷ് കളർ വരുമ്പോൾ നമ്മൾ ഇതൊഴിക്കുന്നു. വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച നാരങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക. പിന്നെ അധികം നേരം വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി നാരങ്ങയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി, ഇതിപ്പം അടുപ്പിൽ നിന്നെല്ലാം വാങ്ങി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുമായിരുന്നു. എല്ലാം ആയോ എന്നറിയാൻ, ഗ്രേവി എല്ലായിടത്തും എത്തിയോന്ന് അറിയാൻ വേണ്ടി. എൻ്റെ കളർ കണ്ടോ, ഇത്തിരി ഒരു കൂടുതലായിട്ടോ എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ നല്ല കളറിലായി, എല്ലാം ഇളക്കി വെച്ചു. പിന്നെ നമുക്ക് നല്ലതായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്കത് എത്ര നാളത്തേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞങ്ങൾ തന്നെ അത് കൈയോടെ തന്നെ എടുത്ത് വെക്കും കേട്ടോ. അമ്മ അങ്ങനെ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അതിൻ്റെ മണം പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ആ കൈയോടെ തന്നെ നമ്മൾ നല്ല ടൈറ്റായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുവാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ നാരങ്ങാച്ചാർ ഇടുന്നത്. എല്ലാവരുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണേ, എന്തെങ്കിലും സ്പെഷ്യൽ. പിന്നെ ഒരു മെയിൻ കാര്യം, ഈ നാരങ്ങ നമ്മൾ മേടിച്ചിട്ട് കഴുകി ഉണക്കി വെള്ളം തോർത്തിട്ടാണ് എണ്ണയിലിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അത് മറക്കരുത്, നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതല്ലേ. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വാഷ് ചെയ്തെടുത്ത് ഉണക്കിയെടുക്കണം കേട്ടോ. താങ്ക് യു.